പേരെന്താ? ഇമ്മാനുവൽ ജോണി. കാണാൻ വേണ്ടി വന്നയാണോ? ഓ, എന്നിട്ട് എങ്ങനെയുണ്ട്? ആരെ കാണാൻ വന്നേ? ടൊവിനോനെ ആസിഫിനെ ആണോ? ആരെ കാണാനാ വന്നേ? ആസിഫിനെയോ? ആസിഫിന്റെ ആരാധകനാ? എന്താ നാണായി പോയോ? ഏത് ക്ലാസ്സിലാ? 4. 4-ല്. ആസിഫിന്റെ ഒരു കുട്ടി ആരാധകനാണ്. മോളുടെ പേരെന്താ? ജെനീഫർ. ആസിഫിന്റെ ആണോ ടൊവിനോന്റെ ആരാധിക? ടൊവിനോ. ടൊവിനോനെ കാണാൻ വന്നേ അല്ലേ? കണ്ടിട്ടേ പോവും. ചേട്ടന്റെ പേര്? ജോണി. എല്ലാം കാണിക്കാൻ കൊണ്ടിറങ്ങിയതല്ലേ? കേട്ടാ. അങ്ങനെ ആളുകൾ ഇങ്ങനെയൊക്കെ എല്ലാം കാണുക, കണ്ടറിയുക, ആസ്വദിക്കുക, അതിനു വേണ്ടിയിട്ടൊക്കെ പലയിടത്തു നിന്നായിട്ട് എത്തുന്ന ആളുകളാണ് ഇവരിങ്ങനെ വരുന്നു, നിറഞ്ഞ സദസ്സ് കാണുമ്പോൾ തന്നെ നമുക്കും വലിയ സന്തോഷം തന്നെയാണ്. ആ കാഴ്ചകളൊക്കെയാണ് എന്തായാലും ഇവിടുന്ന് നൽകാനുള്ളത്. വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്, വളരെ സന്തോഷം നൽകുന്ന മൊമെന്റ്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം, ആ പോരാട്ടം അത് ഇവിടെ അവസാനിക്കുന്നു, അത് പരിസമാപ്തിയിലേക്ക് എത്തുന്നു. അക്ഷയ ടൊവിനോയെയും ആസിഫലിയും കാണാനുള്ള കാത്തിരിപ്പിലാണോ അക്ഷയയും? ഞാൻ സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ രണ്ടുപേരെയും കാണാനുള്ള കാത്തിരിപ്പിലല്ല. എനിക്ക് പക്ഷേ രണ്ടുപേരും ഇഷ്ടമാണ്. ടൊവിനോയും ആസിഫിനെ ഇഷ്ടമാണ്. രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. രണ്ടുപേരുടെയും നിലപാടുകളും അവരുടെ അഭിനയവും ഒക്കെ, അവരുടെ ആ കരിയറിന്റെ വളർച്ചയൊക്കെ എനിക്ക് ഇഷ്ടമാണ്, ഗ്രോത്ത് ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ രണ്ടുപേരും ആരാധികല്ല. ഞാൻ ഒരു മമ്മൂക്ക ഫാനാണ്, മമ്മൂക്ക ഫാൻ മാത്രമാണ്, അതിലൊരു ഡൗട്ടും ഇല്ല, അതങ്ങ് പറയാം. ഇവിടെ ഇതാ ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ സംബന്ധിച്ചിടത്തോളം മിന്നൽ മുരളിയൊക്കെ ടൊവിനോന്റെ ആരാധികമാരുണ്ട്. അതുപോലെ തന്നെയാണ് ആസിഫിന്റെ ഒക്കെ ഒരുപാട് കുട്ടി പ്രേക്ഷകർ കൂടി അവർക്കുണ്ട്. രണ്ടുപേരുടെയും പ്രത്യേകത അതാണ്. അതുകൊണ്ട് തന്നെ ഈ വേദിയിലേക്ക് ഒരുപക്ഷെ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ എത്തുമ്പോൾ ഉണ്ടാകുന്ന അതുപോലെ തന്നെ കുട്ടികളിലുള്ള ആരാധകരെത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരെയും.